പ്രതീക്ഷകളുണ്ടായിരുന്നു. ആ പ്രതീക്ഷ കാത്തോ വി ഡി സതീശൻ? ജിംസ്, പ്രതീക്ഷ കാത്തോ? പ്രതീക്ഷ കാത്തുമെന്ന് ചോദിച്ചാൽ 2021 പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ തുടർഭരണം ഉണ്ടാകുമ്പോൾ അന്നത്തെ ആദ്യത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ച ഒരു ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. അതായത് എല്ലാ സംസ്ഥാനങ്ങൾക്കും അവർക്ക് ലഭ്യമായ വിഭവങ്ങൾക്ക് മേലാണ് അവരുടെ എക്കണോമി കെട്ടിപ്പടുക്കുന്നത്. ഇപ്പോൾ തമിഴ്നാട് നോക്കുകയാണെങ്കിൽ തമിഴ്നാട്, ഗുജറാത്ത്, മഹാരാഷ്ട്ര വലിയ എക്കണോമികൾ നോക്കുകയാണെങ്കിൽ അവർക്ക് അതുവരെ ലഭ്യമായിരുന്ന വിഭവങ്ങളിൽ നിന്നാണ് അവർ എക്കണോമി കെട്ടിപ്പടുത്തിട്ടുള്ളത്. തമിഴ്നാടിനാണെങ്കിൽ ഇഷ്ടംപോലെ ഭൂമിയുണ്ട്, പിന്നെ വർക്ക് ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഭൂമി വർക്ക് ഫോഴ്സ് ഉപയോഗിച്ചാണ് അവരുടെ ഇൻവെസ്റ്റ്മെന്റ് ആകർഷിക്കുന്നത്. ഗുജറാത്തിലാണെങ്കിലും ഭൂമി, അതുപോലെ തുറമുഖങ്ങൾ, മഹാരാഷ്ട്രയുമായുള്ള അടുപ്പം, ബോംബെ തുറമുഖമായുള്ള അടുപ്പം, അങ്ങനെയുള്ള വിഭവങ്ങളിൽ മേലാണ് അവരുടെ എക്കണോമി കെട്ടിപ്പടുന്നത്. കേരളത്തെ സംബന്ധിച്ച് കേരളത്തിൽ അങ്ങനെ വലിയ വിഭവങ്ങളൊന്നുമില്ല. ഉള്ള വിഭവം എന്ന് പറഞ്ഞാൽ മാനവ വിഭവമാണ്. അപ്പോൾ ആ വിഭവം തന്നെ, ആ വിഭവത്തിൽ ഉൽപ്പാദനം നടത്തുകയല്ല, അത് തന്നെ ഉൽപ്പന്നമാക്കി കയറ്റി അയച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ. സത്യം പറഞ്ഞാൽ നമ്മുടെ എക്കണോമി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടുന്ന് മനുഷ്യരെ കയറ്റി അയക്കുന്നു, അവർ റെമിറ്റ് ചെയ്യുന്ന പൈസ കൊണ്ട് ഈ സംസ്ഥാനം മുന്നിട്ട് പോകുന്നു. അതാണ് സത്യം. അപ്പോൾ അതിന് ഒരു മാറ്റം വരുത്തണം എന്നുള്ളൊരു വിഷനായിരുന്നു 2021 ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ എന്ന് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അതിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു എക്കണോമി കെട്ടിപ്പടുക്കണം എന്നൊരു വിഷനായിരുന്നു പിണറായി വിജയൻ ഉണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടത് അതിൽ കാര്യമായ മുന്നോട്ട് പോകുന്നുണ്ടായില്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു മേഖലയായിരുന്നു ഉന്നത വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ സ്വകാര്യ നിക്ഷേപം കൊണ്ടുവരും, വിദേശ സർവകലാശാലകൾ കൊണ്ടുവരും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഒന്നും നടന്നില്ല. എന്ന് മാത്രമല്ല, നിലനിൽക്കുന്ന സർവകലാശാലകളിൽ തന്നെ മൊത്തം ബന്ധു നിയമനമെന്നും പിൻവാതിൽ നിയമനമെന്നും ഒക്കെ പറഞ്ഞു. പിന്നെ ഗവർണറുടെ ഇടപെടലുകൾ മൊത്തം കുഴപ്പമായിരുന്നു. അപ്പോൾ ഈ ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥയിൽ കാര്യമായ ഒരു അടിത്തറ വാങ്ങാൻ പോലും കഴിയാതെയാണ് 5 വർഷം കഴിഞ്ഞ് പിണറായി വിജയൻ സർക്കാർ പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ വി ഡി സതീശൻ വരുമ്പോൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ അതിലൊരു ഷിഫ്റ്റാണ്. ആ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ജ്ഞാനാധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ അതിന് പകരം കേരളത്തിന് ലഭ്യമായ മറ്റൊരു പ്രധാനപ്പെട്ട വിഭവം 1600 കിലോമീറ്ററോളം വരുന്ന സമുദ്രം. ആ സമുദ്രത്തെ അടിസ്ഥാനമാക്കിയുള്ള എക്കണോമി. അതായത് കേരളത്തിൽ ഇപ്പോൾ നിലവിൽ തന്നെ 2 തുറമുഖങ്ങൾ, ഒരു ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ, 10-17 മൈനർ തുറമുഖങ്ങൾ. അപ്പോൾ ഇതിനെയൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ട് ഒരു സമ്പദ് വ്യവസ്ഥ കെട്ടിപ്പടുക്കണം എന്നൊരു വിഷനാണ് അതിനുള്ളത്. വിഷൻ നല്ലതാണ്. പക്ഷേ അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് വരുമ്പോൾ ബജറ്റ് പ്രസംഗത്തിൽ അങ്ങനെ അതിൻ്റെ കാര്യമായ ഡീറ്റെയിൽസ് ഇല്ല. എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുക? അപ്പോൾ നമ്മളെ സംബന്ധിച്ച് കടൽ നമുക്ക് വലിയ തോതിൽ വിദേശ നാണ്യം നേരിടുന്ന ഒരു മേഖലയാണ്. പ്രത്യേകിച്ച് ചെമ്മീൻ കയറ്റുമതി, മത്സ്യോൽപ്പന്നങ്ങൾ, അങ്ങനെ കുറേയധികം കാര്യങ്ങളുണ്ട്. പിന്നെ തുറമുഖങ്ങൾ. അപ്പോൾ അതിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ വികസിപ്പിച്ചുകൊണ്ട് പുതിയ തൊഴിൽ മേഖലകൾ കണ്ടെത്തുകയാണോ എന്ന് നമുക്ക് വ്യക്തതയില്ല. അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ ഇപ്പോൾ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട അനുബന്ധ വികസന പ്രവർത്തനങ്ങൾ ഈ ബജറ്റിൻ്റെ ഭാഗമാണ്. അതുകൂടാതെ ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ തീരപ്രദേശം കേന്ദ്രീകരിച്ച് പുതിയ സാധ്യതകൾ എന്ന് പറയുന്നു. അപ്പോൾ അത് കരിമണൽ ഖനനത്തിന് വേണ്ടിയുള്ള ഒന്നാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നുണ്ട്. അവിടുത്തെ ധാതു വസ്തുക്കൾ ഖനനം ചെയ്യുന്നത് സ്വകാര്യവൽക്കരിക്കാനാണ്. പക്ഷേ ആരോപണത്തിന് കാര്യമായ ബേസില്ല. ഒന്നാമത്തെ കാര്യം, ധാതു മണൽ ഖനനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ഒരു നിയമ ഭേദഗതി 2023 മോദി സർക്കാർ കൊണ്ടുവന്നിരുന്നു. സൈഫിന് ഓർമ്മയുണ്ടാവും, NK പ്രേമചന്ദ്രനാണ് പാർലമെന്റിൽ അതിനെ ശക്തമായിട്ട് എതിർത്ത് ഒരു പ്രസംഗം നടത്തി. ഉജ്ജ്വലമായൊരു പ്രസംഗമാണ്. അതേ തുടർന്ന് അന്നത്തെ വ്യവസായ മന്ത്രി P. രാജീവ് ഒരു കത്തെഴുതിയിരുന്നു കേന്ദ്രത്തിന്. കാരണം കേരളത്തിന്റെ ധാതുമണൽ സ്വകാര്യവൽക്കരിക്കാൻ ഇടവരുത്തരുത്. കാരണം കേരളത്തിന്റെ ധാതുമണൽ പ്രതിരോധ പ്രാധാന്യമുള്ളതാണ്. കാരണം ആണവ റിയാക്ടറുകൾക്ക് ഉപയോഗിക്കുന്ന തോറിയം അടങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ധാതുമണൽ. പിന്നീട് ആ നിയമ ഭേദഗതിയിൽ നിന്ന് ഈ പറയുന്ന കേരളത്തിലെ ധാതുമണൽ ഖനനത്തെ ഒഴിവാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്വകാര്യവൽക്കരണം എന്നുള്ള ആശയം നിയമപരമായി പ്രായോഗികമല്ല. പക്ഷേ മോദി സർക്കാരിന്റെ ഈ ബ്ലൂ എക്കണോമി എന്ന് പറയുന്ന ഒരു ആശയമുണ്ട്. ആശയം ഇതുമായിട്ട് ലിങ്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ മോദി